മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊടിച്ച് 4 നേരം വെട്ടുവിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലുള്ള പരമനാറികൾക്ക് നായ എന്ന പേര് ചേരുന്നു, എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ ആം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. It's been years, പക്ഷേ I think ഇന്ന് ഈ ഒരു ദിവസം when we are all set to celebrate the grand audio launch, നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജാസ്തി ഫണീന്ദ്രകുമാർ along with the co-producer സേതുരാമൻ നായർ. അപ്പോൾ രണ്ടുപേരെയും ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ let's invite both of them. I think Manager is not here with us, but we have the presence of our co-producer Sethuraman sir. So sir, this is something new in Malayalam industry on behalf of Cosmos and also in association with Karthik Creations. So we would like to know, we would like to start from you, because when this is a movie and that is coming through, all set to come and hit the theatres on 27th of June, we would like to start by listening to your words, your experience about JSK and how it all started. See, this is my first movie. ഫസ്റ്റ് മൂവിയിൽ നിന്ന് മാത്രമല്ല, സുരേഷ് ഏട്ടൻ എൻ്റെ ഒരു ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് സിനിമ ചെയ്യുക എന്നുള്ളത് അതെനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ സിനിമ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഇൻവോൾവ്മെൻറ്റിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്നുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ ഈ ഫിലിമിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ പ്രവീൺ ഈ സബ്ജക്റ്റായി വന്നപ്പോൾ വളരെ ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് തോന്നി ഈ പടം. ഇത് സുരേഷ് ചേട്ടൻ്റെ ഇത് മേക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു സുരേഷ് ചേട്ടൻ്റെ ഇത് ഒരു ഫസ്റ്റ് 100 crore മൂവി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Thanks a lot. And he's there. I would like to say one thing. നമ്മൾ എപ്പോഴും വർഷങ്ങളായിട്ട് ഒരു ട്രെൻഡാണ്, when there is a movie, പണ്ടൊക്കെ നമ്മൾ ആദ്യം ആ ഒരു സ്ക്രീനിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നവർ മാത്രമാണ് നമ്മൾ അറിഞ്ഞിരുന്നത്, കണ്ടിരുന്നത്. And then we started to acknowledge the crew behind. പക്ഷേ I think we should have a big round of applause for the production side and we should be acknowledging them. So ഒരു വലിയ കൈയടി കൊടുക്കാം, കാരണം ഓരോ സിനിമയും അത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന പ്രൊഡക്ഷൻ സൈഡ് തന്നെയാണ്. Thanks a lot for your decision and making it true for all of us, for Malayalam industry. Thank you. Big round of applause once again. നമ്മളോടൊപ്പം നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആരെ ആദ്യം വിളിക്കണമെന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ ഐ തിങ്ക് ലെറ്റ്സ് ഗോ വിത്ത് സം സ്പെഷ്യൽ ഫേസസ് ടു സ്റ്റാർട്ട് വിത്ത്. ആദ്യമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇൻവൈറ്റിംഗ് വൈഷ്ണവി ആൻഡ് അപർണ. ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ രണ്ടുപേരെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ ഒരു സിനിമ JSK ആക്ച്വലി ഒരു തിയേറ്റർ വാച്ച് ചെയ്ത മൂവിയാണ്. സോ ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും പോയി കാണുക. ആക്ച്വലി ഈ സിനിമ ഞങ്ങൾ 2002 തുടങ്ങുന്നത്. അന്നോട്ടുള്ള ജേണിയാണ് ആക്ച്വലി അത്. സോ ആക്ച്വലി ഞാൻ ഏരിയായിട്ട് കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു. അതിന് താങ്ക് യു പ്രവീൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ഈ മൂവിയിലോട്ട് എന്നെ സെലക്ട് ചെയ്ത് രാജേഷേട്ടനാണ്, ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ്. രാജേഷേട്ടൻ ഇവിടെ ഉണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി. പടം ഇറങ്ങുന്നതിൻ്റെ എല്ലാ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. ആക്ച്വലി ഐ ആം ഷിവറിങ്. എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, എല്ലാവരും മൂവി കാണണം. കണ്ട് എന്താ പറയുക, നിങ്ങളെല്ലാവരും കൂടി ഇതൊരു വലിയ വിജയമാക്കി തരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും വെരി വെൽ സെഡ്. ആൻഡ് അപർണ, ഓവർ ടു യു. ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. ലൈക്ക് ഇത്രയും വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ്. കാത്തിരിപ്പായിരുന്നു കുറേ നാളായിട്ട്. കാരണം ഇത് കഴിഞ്ഞ് വന്ന മൂവി റിലീസായി, ബട്ട് ഇത് റിലീസ് ആവുന്നില്ലായിരുന്നു. സത്യം
അനുവിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് രണ്ടുപേരും ഓൺ സ്ക്രീൻ വരുന്നത്. സോ യാ ഓക്കെ, 3 പേര് ഒരു കോമ്പോ ആണ്, ഒരു ട്രയാങ്കിൾ കോമ്പോ. ഓക്കെ, സോ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. എനിവേ വൺസ് അഗൈൻ ഒരു നല്ല കൈഡി കൊടുക്കാം. ബോത്ത് ഓഫ് ദം താങ്ക്സ് a lot for joining and we are all waiting for the day. Thank you for joining. I'll take it. Yes. എന്താണ് JSK വിശേഷം ഞങ്ങളോട് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു പതുക്കെ നടന്നാലും സ്ഥലത്ത് കറക്റ്റായിട്ട് എത്തിയാൽ മതി എന്ന് തോന്നുന്നു. എത്ര പേര് എന്നെ ഇതിനു മുമ്പ് സിനിമ കണ്ട് ഓർക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് JSK എന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയായിരിക്കും. താങ്ക് യു സുരേഷ് ചേട്ടാ, താങ്ക് യു പ്രവീൺ ചേട്ടാ. എന്തിനു പറയുന്നത്? അല്ല, എന്താണ് സിനിമ വിശേഷങ്ങൾ? പക്ഷെ അതിനു മുൻപ് എത്ര പേരെന്നെ സിനിമയിൽ കണ്ട് അറിയുന്നെന്ന് പറയുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു മുഖം നമുക്ക് പല രീതിയിൽ സുപരിചിതമാണ്. ഒന്ന് ചെറിയൊരു ചായ, ആ ശബ്ദം, പക്ഷെ അതിനൊക്കെ അപ്പുറം ആ ഒരു ഡെബ്യൂ മൂവി ലൈക്ക് ഹണിബി 2.5 അത് കാണാത്തവർ വളരെ കുറവാണ്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും വി സ്റ്റിൽ ഹാവ് യു ഹിയർ. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ ദിസ് ഇസ് ഗോയിങ് ടു ബി യുവർ കം ബാക്ക്. വി ആർ ഓൾ വെയിറ്റിംഗ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് JSK? എനിക്ക് എന്നെ ഇതിലേക്ക് ചൂസ് ചെയ്തത് പ്രവീൺ ചേട്ടനും ജയവിഷ്ണു എന്ന് പറയുന്ന റൈറ്റിംഗ് കൂടെയാണ്. എനിക്ക് എന്താ പറയുക, സുരേഷ് ചേട്ടൻ്റെ പടം എന്ന് പറയുമ്പോൾ അതിലേക്ക് വിളിക്കുക, എനിക്ക് അതുപോലെ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു പ്രവീൺ ചേട്ടൻ, ഞാൻ ഉറപ്പായിട്ടും എനിക്ക് അത്രയും സന്തോഷം. കാര്യം ഞാനൊക്കെ ഈ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഈ ഞായറാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് സുരേഷ് ചേട്ടൻ്റെ സിനിമകൾ കണ്ട് അതിന് കൈയടിച്ചിട്ടുള്ളവരാണ്. അതായത് TV കണ്ട് കൈയടിച്ചിട്ടുള്ളവരാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. സുരേഷ് ചേട്ടൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ചെയ്യുക, സ്ക്രീൻ ഷെയർ ചെയ്യുക, അതൊക്കെ ഒരു സ്വപ്നമാണ് ഏതൊരു ആക്ടറിന്. അപ്പോൾ സോ ലൈക്ക് ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും we are all waiting and എങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവും, നമ്മളോടൊപ്പം ഉണ്ടാവും കാണാനായിട്ട്? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. സോ ഒരു വലിയ കൈയടി കൊടുക്കാൻ. Thank you. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുഖം ഓർമ്മയുണ്ടാവുമെന്നൊക്കെ ഒരു ഡയലോഗ് പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ എല്ലാം അറിയിക്കേണ്ട നമ്മളാണ്. അപ്പോൾ ഒരു സ്ട്രോങ് കൈയടി കൊടുത്താലോ ഈ മുഖം ഓർമ്മയുള്ള എല്ലാവരും ഒരുമിച്ച്? താങ്ക് യു. ഇനി ഇവിടെ ഉണ്ടാവാൻ ശ്രമിക്കാം. അല്ല, ഉണ്ടാവണം. അതാണ്. യെസ്. സോ താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി ഇസ് അഗെയിൻ വെരി സ്പെഷ്യൽ. ഏകദേശം ഒരു 18 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, 2007 or 2006 മലയാളികൾക്കിടയിലേക്ക് ഒരുപാട് പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ഒരു സിനിമ വരികയാണ്. ആൻഡ് ഒരു സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് ഒരു കലാലയത്തിൽ നടക്കുന്ന ഒരു സിനിമ. ആ സിനിമയുടെ വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു ക്യൂട്ട് യങ് അമേസിംഗ് സ്റ്റാർ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, രജിത് മേനോൻ സ്വാഗതം ചെയ്യാം. ഒരു വലിയ കൈയടി കൊടുത്തുകൊണ്ട് ഗോൾ എന്ന സിനിമയിലൂടെ മലയാളികൾക്കിടയിലേക്ക് എത്തി നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു സ്ഥാനം ഏറ്റെടുത്ത ആ ഒരു ആക്ടർ. മതിയോ പറഞ്ഞു? യെസ്. സോ രജത്, വെൽക്കം ആൻഡ് വി ആർ വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ. സോ എന്തൊക്കെയാണ് നമ്മുടെ JSK വിശേഷങ്ങൾ ഫോർ ഓൾ ഓഫ് us? എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഭയങ്കരമായിട്ട് പോയി. ഫസ്റ്റ് ഓഫ് ഓൾ പ്രവീൺ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമയിലേക്ക് എന്നെ വിളിച്ചതും. ഐ എം വെരി വെരി ഹാപ്പി. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ചേട്ടൻ്റെ കൂടെ ജനകൻ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. സോ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആക്ച്വലി കുറച്ച് കാലമായിട്ട് ഞാൻ സിനിമകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു എന്താ പറയുക, എന്നാൽ പോലും ഓർത്ത് തന്നെ വിളിച്ചതിനും സുരേഷ് ചേട്ടൻ്റെ കൂടെ ഈ ഒരു സിനിമയുടെ ഭാഗമാകാനും, പിന്നെ ഈ പറയുന്ന ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ്, വെരി വെരി ടാലൻറ്റഡ് യങ്സ്റ്റേഴ്സ്, അവരുടെ കൂടെ എല്ലാം കുറേ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റി. സോ അതിനെല്ലാവരും ഒരുപാട് നന്ദി. ആൻഡ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കും. തീർച്ചയായിട്ടും. ലോട്ട് ഓഫ് ടാലന്റഡ് യങ്സ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ രജിത്ത് യങ്സ്റ്റർ അല്ലേ? ഏകദേശം യങ്സ്റ്റർ അങ്ങോട്ട് കഴിയുകയും ചെയ്തു. സിയറുടെ ആയും ഇല്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. എനിവേ, ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ഇപ്പോൾ ജനകൻ ആസ് യു ടോൾഡ് കുറച്ച് വർഷങ്ങളായി ആൻഡ് ഇപ്പോൾ JSK. സോ എന്താണ് ആ ഒരു ഡിഫറൻസ് ഇൻ സുരേഷ് ചേട്ടൻ ലൈക്ക് വിത്ത് ദീസ് ഇയേഴ്സ് ഓൺ സ്ക്രീൻ, ലൈക്ക് വൈൽ ഡൂയിങ് ഓൺ സെറ്റ്? ഇല്ല, ലൈക്ക് സുരേഷ് ചേട്ടൻ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന സുരേഷ് ചേട്ടൻ ക്യാരക്ടർ വൈസ് ദർ ഇസ് നോ ചേഞ്ച്. പക്ഷേ ഹിസ് സ്റ്റാൻഡ്സ് ഇൻ പൊളിറ്റിക്കൽ വേൾഡ് ഹാസ് ചേഞ്ച്ഡ്. ആൻഡ് ബീങ് എ പ്രൗഡ് തൃശ്ശൂർക്കാരൻ, ഐ എം വെരി വെരി ഹാപ്പി ദാറ്റ് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ചേട്ടൻ്റെ അടുത്തൊരു സേഫ് ഹാൻഡ്സിലുണ്ട്. ആൻഡ് വിൽ ഹാവ് ലോട്ട്
more things to do in coming years. So അതുകൊണ്ട് ഞാൻ അനുഭവിയുണ്ട് തൃശ്ശൂർ ഏരിയസായിട്ട്. വെരി ഗുഡ്. സോ വി ആർ ഓൾ പ്രൗഡ്. സോ ആ രീതിയിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ്. സോ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തൃശ്ശൂരിൽ, കേരളത്തിൽ, എല്ലാ സ്ഥലത്തും. ആൻഡ് ആസ് ഐ ടോൾഡ്, ക്യാരക്ടർ വൈസ് അന്നും ഇന്നും ഒക്കെ ഒരേപോലെയാണ്. പിന്നെ ഇപ്പോൾ JSKയുടെ ഒരു കാര്യത്തിൽ പറയുന്നതിന് ജസ്റ്റ് മുമ്പ് ചോദിച്ച സ്ഥിതിക്ക്, സുരേഷ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച സ്ഥിതിക്ക്, എനിക്ക് ആക്ച്വലി നവംബർ 2022 നവംബർ 1 എൻ്റെ മോള് ജനിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് രാത്രി 10 മണിക്ക് അതൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് അറൗണ്ട് 7 o'clock സംതിങ് ആയപ്പോൾ എനിക്കൊരു കോൾ. എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ സുരേഷ് ചേട്ടനാണ്. ആൻഡ് ഇത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, സുരേഷ് ചേട്ടന് ഒരു ആവശ്യമില്ല എന്നെ പോലത്തെ ഒരു യങ്സ്റ്ററായിട്ട് ഒരാളുടെ അടുത്ത് വിളിച്ച് എൻ്റെ വൈഫ് ഓക്കെയാണോ, മോൾ ഓക്കെയാണോ, എവറിത്തിങ് ഹി എൻക്വയർഡ്. സോ എന്നെ സംബന്ധിച്ചോളം അതൊരു വളരെ പേഴ്സണലായിട്ടുള്ളൊരു മൊമെൻ്റാണ്. അങ്ങനെ ഓർത്ത് എന്നെ വിളിച്ചതിന് താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു സുരേഷിനെ കുറിച്ച് ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, യുനോ ഹീസ് എൻ അമേസിംഗ് ആക്ടർ, ഹീസ് എ സൂപ്പർ സ്റ്റാർ, ഹീസ് എ പവർ പാക്ക് പെർഫോമർ, ഹീസ് എൻ അമേസിംഗ് presenter, a great politician, social being now. But then apart from all of it, he is an amazing human being. So Adri Vaidit, we should have a big round of applause, and I think Adri has tons of respect and head balls for that. Suresh, thanks a lot for being this human being and being an inspiration for all of us. Definitely Suresh Shetty's, no matter which tag, I mean which political party tag you put on him, it is people vote or people like him for the person he is. No matter which party he is. Adella Prashna. Because he is an amazing soul. I know that personally for sure. Very well said. Again, a big round of applause. So happy to have you here. Yes, so എന്തൊക്കെയാണ് ലൈക്ക് 27-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് അറിയാം. സോ എന്താണ് ഇപ്പോൾ ഇന്ന് ഇവിടെ കൊച്ചി ലുലു മോളിൽ എത്തിയിരിക്കുന്നവരോട് പറയാറുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ലുലു. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഓഡിയൻസ് ആണ്. ലുലു ഇസ് ഓൾവേസ് വെരി സ്പെഷ്യൽ. ട്രൂ ദാറ്റ്. കാരണം ഇതൊരു മൺഡേ ആണല്ലേ, ലൈക്ക് വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് ഒരു സ്റ്റാർട്ട് ഡേ ഓഫ് ദ വീക്ക് ഇൻ വർക്ക്, നമ്മൾ മൺഡേ ബ്ലൂസ് എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റിൽ ലുക്ക് അറ്റ് ദ ഓഡിയൻസ്, ലൈക്ക് ലുക്ക് അറ്റ് ദി എനർജി. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ലവ് അബൌട്ട് ലുലു എവറി ടൈം. സോ യു ആർ ഹിയർ, പ്ലീസ്. സോ JSK എന്ന് പറഞ്ഞ സിനിമ വിൽ ഓൾവേസ് ബി വെരി സ്പെഷ്യൽ ബിക്കോസ് ഐ തിങ്ക് ഇത് എൻ്റെ ആദ്യത്തെ ഇത്രയും ബിഗ് ബാനറിലുള്ള ഒരു സിനിമയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ടു വർക്ക് വിത്ത് ആക്ടേഴ്സ് ലൈക്ക് ദിസ് ആൻഡ് എ ക്രൂ ലൈക്ക് ദിസ്, ഇറ്റ് ഹസ് ബിൻ really good. എന്താണ് to share screen space with Suresh Shetty, Anupama, Oscar, everybody. I think എനിക്ക് ഇതൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിൽ ഞാനൊരു അഡ്വക്കേറ്റ് ലോയറായിട്ടാണ്. ആൻഡ് ഐ ഫീൽ യെസ്, നമുക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഡെലിവർ ആ ഡയലോഗ്സ്, എനിക്ക് ഇംപ്രവൈസ് ഓൺ ദാറ്റ്. ബട്ട് Suresh Shetty had a huge role to play in developing even my scenes because ഞാനിത് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞൊരു കാര്യമാണ് that he is like this endless resource. അപ്പോൾ ഡയലോഗിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് ലീഗൽ ടേംസ് ആണല്ലോ, വളരെ ഹെവി ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. സോ ഹി വാസ് വെരി ജനറസ് വിത്ത് ഹിസ് അഡ്വൈസ് ആൻഡ് എല്ലാം കറക്റ്റായിട്ടുള്ള ലീഗൽ ടേംസ് ആണോ യൂസ് ചെയ്യണമെന്നൊക്കെ ഹി യൂസ് ടു സേ. ആൻഡ് ഐ ഫീൽ ലൈക്ക് it was such a lovely experience because Suresh Shetty, I think, is a very reassuring presence during the shoot. And coming to Anupama, I think she's a beautiful actor. And this JSK എന്ന് പറയുന്നത്, as the name suggests, is Janaki versus the state of Kerala. So it is Janaki's story, and it is all of us who are with her to help her case and to fight her cause. So I think it's a very heavy, വളരെ ഹെവി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നത്. വളരെ എന്താ പറയുക, ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്, സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സോ ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദ ഫിലിം ആൻഡ് താങ്ക് യു. That was very deep, like telling each and every point, taking each and every person out there. But then I can't miss our director Praveen, who has also been so strong through the entire process. The man behind the left. പക്ഷേ I would really love to ask you one thing. ഇപ്പം ഞങ്ങളെല്ലാവരും ആ ഒരു പെർഫോമൻസ്, സുരേഷിൻ്റെ പെർഫോമൻസ് കാണാൻ പോകുന്നത് ഓൺ സ്ക്രീനാണ്. പക്ഷേ you were there, like as you told, being a lawyer, doing that character in the movie. So how was, like watching it directly, our performance, how was that feel?
connection ഉണ്ടെങ്കിൽ he's the first one to come and tell. Like a dictionary. Go to him and you get things. Dictionary is putting it very lightly. Okay, thank you. Thanks a lot. Thanks a lot for joining. And കാരണം ആ ഒരു പ്രൊമോ സോങ്ങിൽ നമ്മൾ കണ്ട ആ ഒരു മുഖം റൈറ്റ് അറ്റ് ദ സെന്റർ ഓഫ് ദ വീഡിയോ ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ആദ്യ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടി ഓൾസോ ഇൻവൈറ്റിംഗ് ബിലഹരി ദ പ്രൊമോ സോങ്ങിന്റെ ഡയറക്ടർ. സോ നോട്ട് ഹിയർ. ഓക്കെ. So hi Adya and hi Varam to Kochi, to everybody out here. ഹായ് എല്ലാവർക്കും നമസ്കാരം. I think you came in the same attire of the video. Right. Okay, so what do you have to tell them, you know, our JSK experience or rather the promo song experience to each and everybody out there? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടില്ല, ഞാൻ ഈ പ്രൊമോ സോങ്ങിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു പ്രൊമോ സോങ്ങായിട്ട് മാത്രം ചെയ്യണോ, കാരണം ഞാനിപ്പോൾ ഹീറോയിനായിട്ട് മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ സോങ് കേട്ടോ ദാറ്റ് ടൈം ഐ ഡിസൈഡഡ് ഐ ഹാവ് ടു ഡു ദിസ് ബിക്കോസ് ബിൽഹരിയാണ് ഈ സോങ്ങിന് വേണ്ടിയിട്ട് എന്നെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തീം ആവട്ടെ സോങ് ആവട്ടെ ഭയങ്കര ഇഷ്ടമായി. ആൻഡ് താങ്ക് യു സോ മച്ച് പ്രവീൺ ചേട്ട ആൻഡ് ബിൽഹരി ഫോർ സെലക്ടിങ് മീ. മൂവി 27th റിലീസാവുകയാണ്. മൂവി വൻ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. It's very nice. Like പറയുന്ന ഓരോ വാക്കിലും എക്സ്പ്രഷൻസ് മാറി വന്നിരിക്കുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. I can see that. കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അത് എന്തായാലും പോയി കാണാൻ തോന്നുന്നു. Very happy to see you on screen, like, you know, as part of the promo. So thanks a lot. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാം. Moving on. ഇത് ഓഡിയോ ലോഞ്ച്, ഒരു ഗ്രാൻഡ് ഓഡിയോ ലോഞ്ച് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിലെ ഓരോ ട്രാക്കിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം ദാറ്റ് വി ഇൻവൈറ്റ് ദ മെയിൻ മാൻ ബിഹൈൻഡ് നമ്മുടെ മ്യൂസിക് ഡയറക്ടറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ഗിരീഷ് നാരായണൻ. There he is. ഇവിടെ കൈയടി പോരാ, ഒരു നല്ല കൈയടി കൊടുത്തു എല്ലാവരും ഒരുമിച്ച്. So there we have. ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ it is about him because when we look into this movie, when we look about the music of this movie, he is the man behind. Very happy to have you here. Yes, and എനിക്ക് തോന്നുന്നു I don't want him to stay alone. നമുക്ക് നമ്മുടെ സിംഗേഴ്സിനെ കൂടെ സ്വാഗതം ചെയ്താലോ. സോ സ്വാഗതം ചെയ്യാൻ I can see സന്നിധാനത്തിൽ is here. So ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ സന്നിധാനത്തിൽ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം സ്വാഗതം ചെയ്തു കാഞ്ചന ശ്രീറാം ആൻഡ് അശ്വതി നായർ. നമ്മുടെ പ്രൊമോ സോങ് പാടിയതും ഇവരാണ്. ആ ഒരു സോങ്ങിൽ ഇവരുടെ ഫേസസ് നമ്മൾ കണ്ടു. സോ 3 പേരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെരി ടാലന്റഡ് സിംഗേഴ്സ്. Very happy to have all of you joining us here. And എനിക്ക് തോന്നുന്നു ആദ്യം we'll listen to you. കാരണം ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് JSKയിലെ മ്യൂസിക് ആണ്. ആൻഡ് വി ആർ ഡൂയിങ് ദ ഓഡിയോ ലോഞ്ച്. അപ്പോൾ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ JSK ആ ഒരു മ്യൂസിക്കൽ ജേർണി എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മളോട് രണ്ടു വാക്ക്. I would request you to step forward. ആദ്യമായിട്ട് ഒത്തിരി നന്ദിയുണ്ട് ഇത്രയും വലിയൊരു ബാനറുള്ളൊരു സിനിമയിൽ വരാൻ സാധിച്ചതിൽ. എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തലസ്ഥാനം സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഒരു ആരാധന കഥാപാത്രമാണ് സുരേഷ് ഏട്ടൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു നമ്മളൊക്കെ ശരിക്കും പറയാൻ അന്ന് അങ്ങനെ ആകാൻ ശ്രമിക്കുന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്നാം തലസ്ഥാനത്തിലെ ഡയലോഗുകൾ വളരെ ഇൻസ്പയറിംഗ് ആണ്. അന്നുകൊണ്ട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് പാട്ടിൻ്റെ ഷൂട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇതിൽ ഈ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ പ്രവീണൻ, നമ്മുടെ ഡയറക്ടർ പ്രവീണൻ, ഞങ്ങൾ ഇതിൻ്റെ തുടക്കം തൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2022-21 തുടങ്ങുന്ന സമയത്ത് തൊട്ട് ഞങ്ങൾ ഇതിൽ യാത്ര തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും പ്രവീണിനോട് ഒത്തിരി തീർച്ചയായിട്ടും നന്ദിയുണ്ട്. അതുപോലെ സൈത്തേട്ടൻ, അന്നേട്ടൻ, ഇതിലുള്ള എല്ലാ ക്രൂസ് മെമ്പേഴ്സും എല്ലാവരോടും നന്ദിയുണ്ട്. ടോട്ടൽ ഒരു 5 സോങ്സാണ്, 5 പാട്ടുകളാണ്, പല ജോണറിലാണ് ഉള്ളത്. ഇത് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം, ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒത്തിരി നന്ദി. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു മ്യൂസിക് എക്സ്ട്രാവഗൻസിക്ക് വേണ്ടിയിട്ട് ഇൻ തിയേറ്റർ. സോ എനിക്കൊന്ന് ഓവർ ടു യു, നമ്മുടെ സിംഗേഴ്സ്. കാരണം ആ ഒരു വലിയൊരു സെലിബ്രേറ്റിംഗ് മ്യൂസിക് അതിന് ജീവൻ കൊടുക്കുന്നത് നിങ്ങളാണ് അല്ലേ? അപ്പോൾ സോൾ ഇവിടുന്നാണെങ്കിൽ ജീവൻ നിങ്ങളിലാണ്. സോ ആ ഒരു ശബ്ദം അത് നിങ്ങളിലാണ്. സോ
നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. ഗുഡ് ഈവനിങ് എവ്രിവൺ. ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒഫീഷ്യലി ഫസ്റ്റ് പ്ലേ ബാക്ക് സിംഗിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞങ്ങൾ പാടിയിട്ടുണ്ട്. പത്മിനി എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാൻ പാടിയിട്ടുണ്ട്. അത് TK പത്മിനിയുടെ ഒരു ഓട്ടോബയോഗ്രാഫി ആയിരുന്നു, അതിൽ പാടിയിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ നമ്മുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ പാട്ടിന് വേണ്ടി സമർപ്പിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനൊരു പാട്ടിന് പ്ലേ ബാക്ക് സിംഗിങ്ങിലൊരു തുടക്കം അത് നമുക്ക് ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ സിനിമയിലായത് ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ ബ്ലെസ്ഡാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഗിരീഷേട്ടനാണ് അതിനുള്ള എല്ലാ ക്രെഡിറ്റും. ഞങ്ങളെ കൊണ്ട് ഇത് ഇത്രയും പാടിപ്പിച്ചെടുത്തതിൽ ഒരുപാട് ഞങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളുടെ എല്ലാ ടാലൻസും സഹിച്ച ഒരാളാണ് ഗിരീഷേട്ടൻ. ഇതിൻ്റെ 4 ലാംഗ്വേജിലും ഞങ്ങൾക്ക് പാടാൻ പറ്റി എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ആൻഡ് സന്നിധാനം ചേട്ടൻ്റെ കൂടെ ആണ് ഞങ്ങൾക്കത് പാടാൻ പറ്റിയത്. അത് ഞങ്ങൾ സ്റ്റാർ സിംഗറോട്ടെ ഫാനാണ് സന്നിധാനം ചേട്ടൻ്റെ. അപ്പോൾ എനിവേയ്സ് ജസ്റ്റ് താങ്ക് യു മാത്രമേ പറയാനുള്ളൂ എല്ലാവരോടും. എല്ലാവരും ഈ പാട്ട് ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നന്ദി എല്ലാവരും. താങ്ക് യു പ്രവീണേട്ട ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക്സ് a lot for the words and over to you. ഹലോ ഓൾ, എൻ്റെ പേര് കാഞ്ചന എന്നാണ്. ഞാൻ കുറച്ച് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഇങ്ങനൊരു വലിയൊരു പടത്തിൽ പാടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് സാറിൻ്റെ ഒരു മൂവിയിൽ പാടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഗിരീഷ് ഏട്ട, പ്രവീൺ ഏട്ട, ഒരുപാട് സന്തോഷം. ഈ ചേച്ചി പറഞ്ഞ പോലെ 4 ലാംഗ്വേജസിലും 1 year ആയിട്ട് നമ്മൾ ഈ ഒരു ഫിലിമിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് പറയാം. 1 year ആയിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോസിൽ ഫുൾ ടൈം ഗിരീഷേട്ടനും നമ്മളും ഈ ഇതിൻ്റെ പല ഭാഷകളായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രൊമോ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ആംബിയൻസും എല്ലാം കണ്ടപ്പോൾ ഒരുപാട് തോന്നി, ഇത് നമുക്കൊരു ഭാഗ്യമാണെന്ന് തോന്നി. ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു മൂവിയിൽ നമ്മുടെ ഫേസ് വരെ കാണാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് a lot. ഇപ്പോൾ വർഷങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇൻഡസ്ട്രിയിൽ. ആൻഡ് ദാറ്റ് ഈസ് റിയലി നൈസ്. അപ്പുറത്താണെങ്കിൽ നിങ്ങളൊരു ഫാമിലി ആയിട്ട് ഇൻഡസ്ട്രിയിലാണല്ലോ ഓൾറെഡി. സോ സഞ്ജു, റൈറ്റ്? സോ സഞ്ജു വന്നില്ല, ഉണ്ടോ? ഇവിടെ ഉണ്ടോ? അതെൻ്റെ അവിടെ ഓക്കെ, ദാറ്റ്സ് നൈസ്. പക്ഷേ ഐ തിങ്ക് യു ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ഹിസ് ബർത്ത്. എനിക്ക് തോന്നുന്നു 2007 അല്ലേ ഐഡിയാസ് ഹൗസ് 2007 കണ്ട നമ്മൾ ആരും ഒരിക്കലും മറക്കാത്തൊരു മുഖമാണ്. ആൻഡ് ബാക്ക് ടു സിംഗിങ് അഗൈൻ, ലൈക്ക് ബാക്ക് ടു സോങ്സ് ഫോർ ഓൾ ഓഫ് us. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? എല്ലാവർക്കും മനസ്സിലാക്കും. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം ഞങ്ങളുടെ സുരേഷ് ഏട്ടൻ്റെ പടത്തിൻ്റെ ഒരു പാട്ട്, അതിൻ്റെ പ്രൊമോ സോങ്ങിൽ എൻ്റെ മുഖം വരുന്നു. പാട്ട് ഒരുപാട് പാടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗത്തിൽ ഒരു പാട്ടിൽ ഞങ്ങളും വിഷ്വലിലുണ്ടാവുക വളരെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ സുരേഷ് ഏട്ടൻ നമ്മുടെ സ്വന്തമാണ്. സുരേഷ് ഏട്ടൻ തൃശ്ശൂരിൻ്റെ സ്വന്തം, ഇന്ത്യയുടെ സ്വന്തം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് KSK. എല്ലാവരും കാണണം. പിന്നെ ഗിരീഷേട്ടൻ ഈ പാട്ടിന് വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പടമാണെന്നോ ഇത്ര വലിയൊരു സിനിമയാണോ ഒന്നും അറിയില്ല. അതായത് ഗിരീഷേട്ടൻ്റെ സംഗീത സംവിധാനത്തിൽ സന്തോഷ് വർമ്മ സാറിൻ്റെ രചനയിൽ പ്രവീൺ ചേട്ടൻ സംവിധാനം ചെയ്ത സുരേഷ് സാറിൻ്റെ പടത്തിൽ പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനകളും. നന്ദി. താങ്ക് യു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരിവിടെ വന്നിട്ട് നമ്മൾ ഈ സോങ്സ് ഒക്കെ ഗിരീഷേട്ടൻ നമ്മൾ ഇതിൽ കണ്ടു. പക്ഷേ ഇവരെ കൊണ്ട് രണ്ടുപേരെങ്കിലും പാടിപ്പിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമിരിക്കുന്നു. അതെ, അപ്പോൾ നമുക്ക് ഒരു 2 പേരെങ്കിലും നിങ്ങളെല്ലാവരും വേണ്ടി സുരേഷ് സാർ ഇവിടുന്ന് എൻ്റെ അച്ഛൻ്റെ പാട്ട് പാടാൻ പറയുന്നുണ്ട്. അച്ഛൻ G. ശ്രീറാം പ്ലേബാക്ക്
ആദ്യം കേൾപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും പിച്ചുള്ള പാട്ട് എന്നോട് വല്ല മുൻവൈരാഗ്യം ഉണ്ടോ? കാരണം ഭയങ്കര ഹൈ പിച്ചാണ് ഈ പാട്ട്. അപ്പോൾ അതെ, എന്നാലും സുരേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഹൈപ്പിച്ച് പാട്ടുകൾ പ്രത്യേകിച്ച് ഒരു വേദിയിൽ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു നല്ല കൈഡി കൊടുക്കാം എല്ലാവർക്കും ഒരുമിച്ച്. താങ്ക്സ് എ ലോട്ട് ആൻഡ് ഗിരീഷേട്ടാ, വി ആർ ഓൾ വെയിറ്റിംഗ് ടു സീ യുവർ ബ്രില്യൻസ്. സോ വൺസ് അഗെയിൻ താങ്ക് യു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് അടുത്ത ഒരു സോങ് കൂടി നമുക്ക് പ്ലേ ചെയ്യാം. ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ. കാരണം നമ്മളുടെ സ്ക്രീനിൽ കാണുന്നവർ മാത്രമല്ല, അത് സ്ക്രീനിലേക്ക് എത്തിക്കുന്ന കുറച്ച് പേരുണ്ട്. ആ ഒരു ക്വാളിറ്റിയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെയാണ് ഞാൻ അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. 3 പേരെ ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ DOP രണദിവ, ഇൻവൈറ്റിംഗ് എഡിറ്റർ സംജിത് മുഹമ്മദ് ആൻഡ് മിക്സിംഗ് എഞ്ചിനീയർ അജിത് ജോർജ്. 3 പേരെയും ഒരു വലിയ കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ഒരുമിച്ച് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടി നമ്മുടെ DOP രണദിവ, എഡിറ്റർ സംജിത് മുഹമ്മദ് ആൻഡ് മിക്സിംഗ് എഞ്ചിനീയർ അജിത് ജോർജ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് they're all like super experience. എനിക്ക് തോന്നുന്നു 2 പേര് എത്തിയിട്ടില്ല, സംഗീതർ മാത്രമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ ലെറ്റ്സ് ലിസൺ ടു ഹിം. എഡിറ്ററാണ് ആൻഡ് അങ്ങനെ ചെറിയ എഡിറ്റർ ഒന്നുമല്ല, നമ്മുടെ ലൂസിഫറിന്റെ ഒക്കെ എഡിറ്ററാണ് ഈ നിൽക്കണേ, റൈറ്റ്? അപ്പോൾ കൈയടി തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് നമ്മുടെ JSK എഡിറ്റിംഗ് വിശേഷങ്ങൾ? ഇറ്റ് വാസ് എ ലോങ് ജേണി ആക്ച്വലി. എന്താ പറയുക, ചെറിയ സിനിമയല്ല, ഒരു വലിയ സിനിമയാണത്. അപ്പോൾ ആസ് എ എഡിറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേക്കിങ്ങും അതിലെ പെർഫോമൻസും ക്യാമറയും ബാക്കി എല്ലാ ഏരിയയും ക്ലിയർ ആകുമ്പോഴാണ് എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ആക്ടേഴ്സ് ആയാലും ബാക്കി എല്ലാ ആൾക്കാരും വളരെ നന്നായി പെർഫോം ചെയ്തിട്ട് എനിക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു നല്ല സിനിമയാണ്, എല്ലാവരും കാണണം, അതാണ് പറയാനുള്ളത്. അല്ല, എഡിറ്റർ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം, സാധാരണഗതിയിൽ അങ്ങനെ. അപ്പോൾ ഒരു സ്പെഷ്യൽ കൈയടി കൊടുക്കണം. നോർമലി നമ്മൾ ഈ മൂവീസിൻ്റെ എഡിറ്റേഴ്സിനെയൊക്കെ വിളിക്കുമ്പോൾ അവർ എന്തായാലും സമ്മതിക്കില്ല ഫ്രണ്ടിലേക്ക് വന്ന് സംസാരിക്കാനൊന്നും. But then he took that step, he came forward, he spoke to us. ഒരു നല്ല കൈയടി കൊടുക്കാം. So thanks a lot. We are all waiting to see your works as well and the entire movie. Thank you for joining us. Thank you. Thank you. Yes, and ഇനി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് someone very 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 special. കാരണം ഈ സിനിമയുടെ ആഘോഷത്തിനായിട്ട് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഇതിന്റെ ഓഡിയോ ലോഞ്ചിനായിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ എത്തി നിൽക്കുന്നു. But then ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും 2022 തിരിച്ചു പോകുന്നു. But then ഇദ്ദേഹത്തിന് ഇതൊരു 5-6 വർഷത്തിന്റെ സ്വപ്നമാണ്. And this is about this one man behind. So ladies and gentlemen, ഞാൻ പറഞ്ഞു ഒരു പ്രൊഡക്ഷൻ സൈഡ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. കാരണം ഒരു സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത് അവരാണ്. പക്ഷേ പ്രൊഡക്ഷൻ സൈഡിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു സിനിമ ജനനം കൊള്ളുന്നത് ഒരാളിലായിരിക്കും എപ്പോഴും. അല്ലെങ്കിൽ ഒരു ത്രെഡ്, ഒരു ഐഡിയ അത് ഉത്ഭവിക്കുന്നത് ഒരാളിലാണ്. That is from where that art is born. അങ്ങനെ നോക്കുകയാണെങ്കിൽ when we take a look at JSK, where was this born എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, it is all about this one man. അദ്ദേഹത്തിന്റെ 5-6 വർഷത്തെ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുന്നു. ആൻഡ് ഇനി ദിവസം 5-6 അല്ല, അതിലും കൂടുതൽ. അവിടെ ഓക്കെ ഞാൻ പറഞ്ഞ തെറ്റ്, 5-6 അല്ല, കണക്ക് തെറ്റ്. So ladies and gentlemen, സ്വാഗതം ചെയ്യാം റൈറ്റർ ഡയറക്ടർ പ്രവീൺ നാരായണൻ. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് ഈ ഒരു സിനിമ
അതിന്റെ ആഘോഷത്തിനായിട്ട് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുമ്പോൾ ഈ ദിവസങ്ങൾ മാത്രം അത് തിയേറ്ററിലേക്ക് എത്താനായിട്ടുള്ളപ്പോൾ he is the man behind, the master brain behind പ്രവീൺ ചേട്ടാ. എനിക്കറിയാം ഇന്ന് ഇവിടെ ഉള്ളതിൽ ഏറ്റവും എക്സൈറ്റഡ് പ്രവീൺ ചേട്ടനായിരിക്കും. ഇത്രയും വർഷങ്ങളുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം അതും സുരേഷ് ചേട്ടൻ വരുന്നു ഓൺ ബോർഡ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ സിനിമയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് പ്രവീൺ ചേട്ടൻ എന്താണ് പറയാനുള്ളത് കേൾക്കാനായിട്ടാണ്. സോ പ്ലീസ്. ഹായ്, ഗുഡ് ഈവനിങ് ടു ഓൾ. JSKയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സൈഡിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്ന ആദ്യം തന്നെ താങ്ക് യു ഓൾ. നെർവസാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്, സ്റ്റാർട്ടിംഗ് ട്രബിളുണ്ട്. എന്നാലും സിനിമയെ പറ്റി എനിക്ക് തോന്നുന്നു സിനിമ ഒരു ഏകദേശം ഒരു 10 ദിവസത്തിനകം സിനിമ റിലീസാകാൻ പോവാണ്. അപ്പോൾ റിലീസാകാൻ പോകുന്ന ഒരു സിനിമയെ പറ്റി ഞാൻ പറയുന്നതിനൊക്കെ നല്ലത് സിനിമ കണ്ട് നിങ്ങൾ അഭിപ്രായം പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം നമ്മൾ എല്ലാവരും ചേർന്ന് ഈ സിനിമ ഇവിടം വരെ എത്തിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ്. ജാനകി ഇന്നീ നിമിഷം വരെയും അടുത്തൊരു 8-10 ദിവസം കൂടെ ഞങ്ങളുടേതാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ടീമുണ്ട്. എഡിറ്റർ, ക്യാമറമാൻ, അസോസിയേറ്റ് ഡയറക്ടർ, അഭിനേതാക്കൾ എല്ലാവരും അടങ്ങുന്ന ഒരു ടീമുണ്ട്. അടുത്തൊരു ഏതാനും ദിവസങ്ങൾക്ക് ഈ സിനിമ നിങ്ങളുടേതായി മാറുവാണ്. തീർച്ചയായിട്ടും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു കോണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമുണ്ട് ഈ സിനിമയ്ക്ക്. അതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം അനുവിൻ്റെ അടുത്ത് പോകാൻ തന്നെ ഉള്ളൊരു കാരണം അതാണ്. കാരണം ഇതൊരു പാനിൻ്റെ ലെവലിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം അതായിരുന്നു. അപ്പം എന്താണോ എങ്ങനെയാണോ ഞാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ശരിക്കും 2018 എൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങി എങ്ങും എത്താതെ പോയ സമയത്ത് അടുത്തത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാതെ പകച്ചിരുന്ന നിമിഷങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കിരൺ രാജ്
is actually very beautiful. കാരണം ഇത് സത്യം പറഞ്ഞാൽ I don't know if it was a venue to say thank you to everybody. കാരണം ഇന്ന് ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസമല്ല. It is actually going to be there on screen on 27. പക്ഷെ അതിനുശേഷം നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു കല അത് എന്നും മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. And you are a creator of it. പക്ഷേ ഇതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാവരുടെയും പേരെടുത്ത് അവർക്ക് നന്ദി പറഞ്ഞ ആ ഒരു റൈറ്റർ, ഡയറക്ടർ, ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് മേക്സ് ഇറ്റ് എ ഹ്യൂജ് സക്സസ്. അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിനോടൊപ്പം കട്ടയ്ക്ക് നിന്നു എന്ന് പറയണമെങ്കിൽ അതിന്റെ കാരണം ഇത് തന്നെയായിരിക്കും അല്ലേ? സോ വൺസ് അഗൈൻ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ആൻഡ് ഒരു കാര്യം ഞാൻ അറിഞ്ഞേക്കൊള്ളാമെന്നുണ്ട്. ഇതിന്റെ ഈ സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ നിൽക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ നിൽക്കാം. ഓക്കെ, ഈ സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും പ്രവീൺ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം? ഒരുപാട് ഓർമ്മകളുണ്ടാവും, പക്ഷെ ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഈ സിനിമയെ കുറിച്ച്, JSK കുറിച്ച് പ്രവീൺ ചേട്ടനുള്ളൊരു ഓർമ്മ എന്താണ്? ഒരു കാര്യം ഞാൻ പറയാൻ വന്നു. ഇതിനെപ്പറ്റി പറയുമ്പോൾ എൻ്റെ സേതുചേട്ടൻ്റെ പേര് ഞാൻ അറിയാതെ പെട്ടെന്ന് വിട്ടുപോയി. അറിഞ്ഞുകൊണ്ടല്ല. സേതുചേട്ടൻ ഈ സിനിമയുടെ എന്താ പറയുക നട്ടല്ല. അത് വരും കാലങ്ങളിൽ സിനിമ അറിയേണ്ടത് അതാണ് നല്ലത്. ഏത് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട്. എങ്ങനെയുള്ള ഓർമ്മയാണ്? ഫണ്ണായിട്ടുള്ളതാണോ വിഷമകരമായിട്ടുള്ളതാണോ? ഫണ്ണായിട്ടുള്ള ഓർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഷംജിത്തക്കയുടെ എഡിറ്ററുടെ കൂടെ ഞങ്ങൾക്കൊരു രാഗിലുണ്ട്. സ്പോട്ട് പറഞ്ഞപ്പോഴേ പറഞ്ഞ ശരി തുടങ്ങി. രാഗിലെ ശരിക്കും ഒരു രാഗിൽ ഇവിടെ ഇല്ല, ഉണ്ടായിരുന്ന കാണിക്കായിരുന്നു. അപ്പോൾ ഈ സ്പോട്ട് എഡിറ്റർ എല്ലായ്പ്പോഴും ഡയറക്ടറുടെ കൂടെ അല്ലെങ്കിൽ ഇത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതിലൊരു പ്രത്യേക സീക്വൻസ് തൃശ്ശൂർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 2 മണി വരെ ഉണ്ട് ഷൂട്ട്. അപ്പോൾ അനുവിന് പെട്ടെന്ന് തിരിച്ചു പോകണം. ഒരു ഓർക്കുന്നുണ്ടായിരിക്കും ബേക്കറി സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം മഴ വരുന്നു, ആകെ അലമ്പാകുന്നു, പലരും പല വഴിക്ക് പോകുന്നു. കുറേ മഴ വന്നതോടുകൂടി കംപ്ലീറ്റ് പിരിഞ്ഞു പോയി. പിരിഞ്ഞപ്പോൾ ഷൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറഞ്ഞത് പെട്ടെന്നൊരു തീരുമാനം എടുത്തു. എന്നാൽ ഓക്കെ ബ്രേക്ക് പറഞ്ഞ് പോയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യേണ്ട ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് ബസ് അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പരിപാടി എല്ലാവരും വായിക്കപ്പോൾ പറഞ്ഞ് കംപ്ലീറ്റ് ആൾക്കാർ പോയി സ്പോട്ടിൽ രാഹുലിനെ കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ വണ്ടിക്കാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അഖിലിനോട് ചോദിച്ചു, അഖിലെ രാഹുൽ എത്തി? ചേട്ടാ കണ്ടില്ല. തിരിച്ചു പോയി ഞങ്ങൾ ഇവിടെ മുഴുവൻ തപ്പിയിട്ട് ആളെ കണ്ടില്ല. പക്ഷെ മഴ വന്നപ്പോൾ പാവം ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട ബസ്സേ കയറി കിടന്ന് ഉറങ്ങിപ്പോയി. ആ ബസ് അങ്ങനെ ആലപ്പുഴയ്ക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ 11 മണി 12 മണിയാകുമ്പോഴാണ് സ്പോട്ട് ഇട്ടിട്ട് വന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കും തിരിഞ്ഞു നോക്കും. ഞാൻ എപ്പോഴും എനിക്ക് ചിരി തന്നൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഈ മഹാനപ്പം നമ്മുടെ ഇടയിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എവിടെ ഒന്ന് കൈവക്കി കാണിച്ച എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. അല്ല ഇതൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നല്ലതാ എന്തായാലും. പക്ഷെ നമ്മുടെ സ്പോട്ട് എഡിറ്റർക്ക് നമ്മളൊരു കൈ കൊടുക്കട്ടെ. എന്തായാലും അങ്ങനെ പോയി ആലപ്പുഴയ്ക്ക് കണ്ടിട്ട് തിരിച്ചു വന്നില്ലേ? നൈസ്. സോ എനിവേ താങ്ക്സ് എ ലോട്ട് ഫോർ ഷെയറിംഗ് ഇറ്റ് വിത്ത് us. സുരേഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്തായാലും തിരിച്ചു വിടുന്നില്ല. ബിക്കോസ് നമ്മുടെ സിനിമയുടെ ആ ഒരു ബാക്ക് ബോൺ, മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ്, ഐ വാണ്ട് ഹിം ടു ബി ദേർ വിത്ത് us. എനിക്ക് തോന്നുന്നു ഇനി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അഗെയിൻ someone really special. സുരേഷ് ചേട്ടൻ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്തു. ഐ വാണ്ട് ഹിം വിത്ത് us. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു സോങ് കണ്ടു. ആ സോങ്ങിലും നമ്മൾ ഈ മുഖം കണ്ടു. ഇനി നമ്മളെല്ലാവരും സിനിമ സ്ക്രീനുകളിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖമാണ്. He is young, he is charming, he got an amazing voice. And എനിക്കിത് വളരെ സ്പെഷ്യലാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ചേട്ടാ നമ്മൾ പാപ്പൻ്റെ ഇവന്റ് ചെയ്യുന്ന ടൈമിൽ I was here and we had vocal. So ഇന്ന് we have Madhav. So ഒരു വലിയ കൈയടി കൊടുത്തുകൊണ്ട് തന്നെ let's invite Madhav Suresh to please do come and join us. ഒരുപാട് പ്രതീക്ഷകൾ to the industry of movies, especially the way he talks. ഒരു നല്ല കൈയടി കൊടുക്കാം എല്ലാവർക്കും ഒരുമിച്ച്. Come on. Madhav, hi. Hope you're doing good. And either have you had a stage like this before? First of all, thank you Kochi, thank you everybody who showed up here. ഈ JSKയുടെ നമ്മുടെ ഇവന്റ് ഒരു ഗ്രാൻഡ് ഇവന്റ് എന്ന് പറയാൻ കാരണം നിങ്ങളെല്ലാവരും മാത്രമാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് മേക്കിംഗ് ദിസ് എ ഗ്രാൻഡ് ഇവന്റ്. തീർച്ചയായിട്ടും. So have you ever had such an event before, like being on stage, or is this like the first time with a വലിയൊരു audience? Been on stage once or twice. Okay. It's quite overwhelming. സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ട് ഇവിടെ എല്ലാവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും. It is quite overwhelming, but again everything's an experience, right? Very true. So how was this experience of coming to Suresh at the movie
I have to say this. This is Praveen Narayan's movie. This is Yes, movie. yes, yes, yes. It's his hard work ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ആൻഡ് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതാണ് എത്രമാത്രം പ്രവീൺ ചേട്ടന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് it's pretty evident for all of us who's known him for a while. So kudos to him, kudos to our entire production team for making this event happen. Praveen Chetta, you deserve the best, and I hope JSK does that for you. Yes, and let me ask you one thing. Okay, so which is your favorite character of? Let's keep the dad thing aside. The favorite character played by Suresh Gopi. Bharat Chandran IPS. Oh, okay. കമ്മീഷണർ എന്ന സിനിമയല്ല ഭരത് ചന്ദ്രൻ IPS എന്ന സിനിമയിലെ ഭരത് ചന്ദ്രൻ. For very personal, emotional reasons, that's my favorite movie of Bachchan. Can we know the very specific reason? Being super specific. ആ ഒരു സിനിമയിലെ ക്യാരക്ടർ എന്തുകൊണ്ടാണ്? There's an exact reason why I said it's personal, so I'll keep that to myself and my family. Okay, you wanted to stay personal. Okay, so and are we going to see you in something like that in the future? Like, you know, such kind of roles. Adano, something what you're looking forward to, or something different? സിനിമാ പ്രേക്ഷകരാണ് എൻ്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത്. സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയാൽ മേ ബി വൺ ഡേ. വന്ന് കേൾക്കുന്നില്ല, ഒരു കയ്യടി കിട്ടി. എല്ലാവരും ആണ് എന്നെ അവിടെ എത്തിക്കേണ്ടത്. സോ hopefully you guys do that. Yes, and so you're going to be like ഇനി സിനിമകളിൽ ഞങ്ങളെല്ലാവരും കാണാനായി ആഗ്രഹിക്കുന്ന ഒരു മുഖമാണ് undoubtedly, and but then that is also your dream, is it? You're up for it? It was never really my dream to become an actor. It's something that came along because of the very Suresh Gopi tag. So is it like you're compelled to be? Are you like compelled to be? Mandatory വന്നതാണോ? Mandatory വന്നതല്ല, നമുക്ക് നമ്മളെ തേടി വരുന്നൊരു അവസരം ബഹുമാനിക്കണം. So considering my father is a superstar in this industry, the opportunity came to me easy, but it's up to me to prove my caliber, like I said. Now working on it, I have to get better, and hopefully one day they will receive me the levels to which they receive me. I think Madhu, there is one thing that we should say. കാരണം Madhu പല സ്ഥലത്തും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ലൈക്ക് ചേട്ടനാണ് കുറേ കൂടെ അച്ഛനെ പോലെ ലൈക്ക് റിസെംബ്ലിങ് ആൻഡ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ let me tell one thing, when it comes to the way you talk, that's pretty much like him. ആ ഒരു word play, ആ ഒരു confidence, the way he puts it forward. So yes, you got that for sure. Yes, so thanks a lot, and you're going to be here with us. Stay back. So now I would like to invite someone again really special for me as well, because നേരത്തെ like you know, Rajat, you told we're from Thrissur. I told I'm also from Thrissur. You told Anu is also from Thrissur, and we are all set to invite that one person. ഏകദേശം 10 വർഷത്തെ കഥ പറയാനുണ്ടല്ലേ, right? And it's been like those many years that we have met. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്, and the same year. So the thing is, I really have these memories. ഞങ്ങൾ ഒരുമിച്ച് മറ്റേ സ്കൂൾ ബസ്സിലൊക്കെ പോകുന്ന ടൈമിൽ with that തേനീച്ചും കൂടി പോകുന്ന ഹെയർ നോക്കി കമന്റ് അടിക്കുന്ന ആമ്പിള്ളേരുണ്ടാവുമല്ലോ. So we were right behind on the same bus doing the comments. But then, ladies and gentlemen, ഒരു മലയാള സിനിമയിൽ 10 വർഷങ്ങൾക്ക് മുൻപ് മേരി എന്ന ക്യാരക്ടറിൽ തുടങ്ങി 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഹീറോയിനായി നിൽക്കുന്ന നമ്മുടെ സ്വന്തം അനുപമ പരമേശ്വരൻ. Yes. How are you? Yes, so let's have the mic and എല്ലാവർക്കും നമസ്കാരം. ഇത്ര നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ആൻഡ് എനിക്കറിയായിരുന്നു, അവിടെ ഇരുന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇപ്പോൾ പറയും ഞാൻ വിചാരിച്ചു. അങ്ങനെയല്ല, പണ്ട് മലയാളം ഇല്ലായിരുന്നു കേട്ടോ, നല്ല മലയാളമായിരുന്നു. ഇപ്പോഴും എൻ്റെ മലയാളത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ മര്യാദയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുന്നത് മാത്രം. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞതുപോലെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ ചെയ്ത ഒരു സിനിമയാണ് JSK. എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മാത്രമേ ഇനി മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദ ഫസ്റ്റ് സബ്ജക്ട്സ് ആയിരുന്നു JSK. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ
കരിയറിൽ തന്നെ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു സമയമായിരുന്നു ലോക്ക്ഡൗൺ. അതിനുശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഹെവിയായ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ പ്രവീൺ ചേട്ടനെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്റ്റ് ചെയ്തിരുന്നു, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു, ഒരുപാട് ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങി. പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി, ജാനകി JSK എന്ന് പറഞ്ഞ ഈ സിനിമയിലെ ജാനകി ആവാനായിട്ട് എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഈ ജേണിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് പ്രവീൺ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ദിസ് മൂവി ഹാസ് എ ഹാർട്ട്. ആ ഹാർട്ട് ഇസ് ജാനകി ആൻഡ് ദാറ്റ് ജാനകി വാസ് ക്രിയേറ്റഡ് ബൈ യു ആൻഡ് ഐ എം റിയലി ഹാപ്പി ഇങ്ങനൊരു ദിവസം നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. താങ്ക് യു സോ മച്ച് ആൻഡ് യു ഡിസർവ് ദ ബെസ്റ്റ്. Secondly, thank you so much for giving me an opportunity to work with Suresh sir. ചിന്താമണി കൊലക്കേസ്, നമ്മുടെ തെങ്കാശിപ്പട്ടണം, അതുപോലെ സമ്മറിൻ ബന്ധയും എന്നീ പറഞ്ഞ അടിപൊളി സിനിമകളൊക്കെ കണ്ട് വലിയൊരു ഫാനായിട്ടുള്ള എന്നെ പിടിച്ച് ഈ സിംഹത്തിന് മുന്നിൽ കൊണ്ടിട്ടതിന് വലിയ താങ്ക്സ്. എനിക്ക് എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചോ ഈ സിനിമയിൽ കഥയെക്കുറിച്ചോ ഞാൻ ഒരുപാട് പറയുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ തന്നെ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര എക്സൈറ്റിങ്ങും ആയിരുന്ന കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു സാറിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് സിനിമയിൽ. ആൻഡ് അതും ഫസ്റ്റ് ഷെഡ്യൂളിൽ അപാരധൈര്യം തന്നെയായിരുന്നു അത്. സോ അങ്ങനെ ചെയ്ത സീനുകളും ഈ ഒരു സിനിമയും നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ കണ്ട് ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം അറിയിക്കാം. ബട്ട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. എൻ്റെ ഈ മുന്നിലിരിക്കുന്ന അവരെല്ലാവരും എൻ്റെ കോ ആക്ടേഴ്സ് മാത്രമല്ല, എൻ്റെ കൂട്ടുകാരായി. ഇപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് ഒരുപാട് സംസാരിച്ച് ഐ റിയലി റിമെമ്പർ എവറി സിംഗിൾ ഡേ വി ഹാഡ് ദെയർ. രാജേഷ് ഏട്ടനെ ഞാൻ അവിടെ എവിടെയോ കണ്ടായിരുന്നു, രാജേഷ് ഏട്ടൻ, അതുപോലെ തന്നെ എൻ്റെ ADs എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ്. ആൻഡ് ദാറ്റ് ഈസ് റിയലി സ്പെഷ്യൽ. ആൻഡ് സുരേഷ് ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോർ എക്സ്പ്രഷൻ ഇട്ടാലും എൻ്റെ കൂടെ നിന്ന് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഐ റിയലി ഹോപ്പ് ദാറ്റ് വി കൻ വർക്ക് ടുഗദർ അഗൈൻ സംഡേ. ആൻഡ് താങ്ക് യു ഓൾ, ലോട്ട്സ് ഓഫ് ലവ്. ഞാൻ ഒരുപാടായിട്ട് നീട്ടുന്നില്ല. താങ്ക് യു ടു ദി എൻ്റയർ ഓഡിയൻസ് ഫോർ ഓൾ ദ സപ്പോർട്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ട്രോളിക്കോളൂ, പക്ഷെ കൊല്ലരുത്, അത്രയേ ഉള്ളൂ. അതൊക്കെ സാഹചര്യം അനുസരിച്ചിരിക്കുന്ന പറയാൻ പറ്റും. പറയണ്ട. I should say this, ഈ പറഞ്ഞ ഒരു ട്രോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളവരെ വിമർശനങ്ങൾ കേട്ടുമ്പോൾ ഇപ്പോൾ ഇത്രയും വലിയൊരു സിനിമയിൽ when you're telling it's his art, it's his creation undoubtedly. പക്ഷേ when we talk about the name JSK എന്ന് പറയുമ്പോൾ ജാനകി, it's your story and you are more like a face to it now. So how do you find this journey? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം you're also back to നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. So how do you find that growth? It feels surreal. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കരിയറിൽ ഇതിന് ഞാനൊരു ഫീമെയിൽ സെൻട്രിക് ഫിലിം എന്ന് പറയില്ല. ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് എ ഫീമെയിൽ ക്യാരക്ടർ, എ വെരി സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ. പക്ഷേ ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ ഞാൻ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തല്ലോ, പക്ഷെ എന്നാലും എനിക്കത് കൊണ്ടുവന്ന് തന്നത്, ആ ധൈര്യം കാണിച്ചത് പ്രവീൺ ചേട്ടനാണ്. ആ ധൈര്യം തന്നെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ കണക്കാക്കും. എവിടെയോ ആ ഒരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ ഒരാൾക്ക് തോന്നിയത് കൊണ്ടാണല്ലോ അതെനിക്ക് തന്നത്. അത് തന്നെ എൻ്റെ വലിയൊരു എന്നെ ആക്സെപ്റ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. സോ നൗ ബീയിങ് ദിസ് ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഐ ഫീൽ താങ്ക്ഫുൾ ടു എവ്രി വൺ. എന്നെ ഇഷ്ടപ്പെട്ടവരും എന്നെ ഹേറ്റ് ചെയ്തവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ടു ബി വാട്ട് ഐ ആം ടുഡേ. സോ താങ്ക് യു ടു എവ്രി വൺ. Ladies and gentlemen, മലയാളികളുടെ പവർഫുൾ സൂപ്പർ സ്റ്റാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Every time I have him with us on the stage, I get goosebumps. Kochi, ladies and gentlemen, put your hands together as we invite our very own Suresh Gopi. Let's see, we have our very own Suresh Gopi. Suresh ഏട്ടാ, സ്വാഗതം. And സുരേഷ് ഏട്ടൻ പറയാനുള്ളതൊക്കെ കേൾക്കുന്നതിന് തൊട്ട് മുൻപ്, as you joined along with us, we have a token of love because this is a place that we believe as the heart of happiness. So സുരേഷ് ഏട്ടനെ സ്വാഗതം ചെയ്യാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ NP സ്വരാജ്, മീഡിയ ഹെഡ് ലുലു ഗ്രൂപ്പ് ഇന്ത്യ. ഒപ്പം സുധീഷ് ചെറിയൽ, ജനറൽ മാനേജർ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇന്ത്യ, ആൻഡ് മിസ്റ്റർ വിഷ്ണു, ജനറൽ മാനേജർ ലുലു മോൾ കൊച്ചി. മൂന്നുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Here we have a token of love and gratitude, a bouquet. ഒരു നല്ല കയ്യടി കൊടുക്കാം എല്ലാവർക്കും ഒരുമിച്ച്, showing all our love.
മലയാള തനിമയെ, നമ്മുടെ കൾച്ചർ, നമ്മുടെ ട്രഡീഷനെ ഒരുമിച്ച് രണ്ട് കൈയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ. ഇവിടെ വി ആർ നോട്ട് ഗെറ്റിംഗ് ഓവർ ഇറ്റ്. ഒരു പൊന്നാടി അനീഷുകൊണ്ട് തന്നെ ആ ഒരു പ്രസൻസ് ടു ലുലു മോൾ കൊച്ചി, നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ റെപ്രസെന്റേറ്റീവ്സ് എല്ലാവരും ഒരുമിച്ച്. താങ്ക്സ് എ ലോട്ട് ടു മിസ്റ്റർ എം.വി. സുരാജ്, സുധീഷ് ഷെറിൽ ആൻഡ് വിഷ്ണു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ്. See, this is what we told about him, and whenever we say about the great human being in him, this is what we mean. ഒരു നല്ല കൈയടി കൊടുക്കാം അദ്ദേഹത്തിന് for this love, for the way he is, for acknowledging, for accrediting everybody every day. Nothing to do with him. When we tell it is his day, it is his dream of 5 to 6 years. So Praveen, we believe that this makes you so happy. ആൻഡ് സുരേഷ് ചേട്ടാ, ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. ടു ലിസൺ ടു യുവർ വോയിസ്, ടു ലിസൺ ടു വാട്ട് എവർ യു സേ. ഓവർ ടു യു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഗുഡ് ഈവനിങ് ലുലു, ഗുഡ് ഈവനിങ് കൊച്ചി, ഗുഡ് ഈവനിങ് ദ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് JSK. വളരെ സന്തോഷം, പ്രത്യേകിച്ചൊരു പുതിയ പദവിയിലേറി ആദ്യമായിട്ട് 2022 തുടങ്ങി വച്ച ഒരു സിനിമയുടെ പ്രദർശനം നിങ്ങളെപ്പോലെ തന്നെ വലിയ എക്സ്പെക്റ്റേഷനോടെ കാത്തിരിക്കുന്ന, വലിയ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന എനിക്ക് ദൈവം തരുന്ന മറ്റൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ഒരു സിനിമയുമായി, നല്ല വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടി, അതും ഏതാണ്ട് 1.5 വർഷവും 8 മാസത്തിന് ശേഷമാണ് എൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം JSK എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ, എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ, സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ ദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ. സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ്. ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളെ സംതൃപ്തരാക്കുന്ന തരത്തിലൊരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ത്രീ പക്ഷ രാഷ്ട്രീയമുണ്ടെന്ന് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പ്രവീൺ നാരായൺ അറിയിച്ചു. ഞാൻ പറയുന്നു, ഇതൊരു സ്ത്രീ ഹൃദയം പേറുന്ന സിനിമയാണ്. പെൺമക്കളുള്ള, ഭാര്യമാരുള്ള, അമ്മമാരുള്ള, പെങ്ങന്മാരുള്ള ഓരോ പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ പോറൽ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ. അങ്ങനെ ഒരു സഹോദരനായും, അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെ അമ്മയുടെയും മകനായും, അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോറലല്ല, ഒരു നല്ല പോളം ഏൽപ്പിക്കുന്ന വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു സർപ്രൈസ് പൊളിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. I thought while performing, and I still think I am the villain in this film. ഒരു വില്ലൻ ഭാവം എനിക്ക് ഈ സിനിമയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കഥ പൊളിച്ചു, കഥ തുറന്നു പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത്. There is a lot to it. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് കഥയ്ക്ക് ആസ്പദമായ സ്ത്രീയുടെ വ്യഥ, അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുഹൂർത്തത്തിന് ഒരുപാട് സാമ്യതകളുണ്ടാവും. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, അങ്ങനെ നിറയെ സംഭവങ്ങൾ നമ്മൾ ദിവസവും ചിലപ്പോൾ നിർഭയ തുടങ്ങി ജീവിത, അതിജീവിത, അങ്ങനെ എന്തൊക്കെ പേരിട്ട്, പരാജിത, അപരാജിത, അങ്ങനെ ഒരുപാട് ടാഗ് ലൈൻ കൊടുത്ത് നമ്മൾ ഒരുപാട് സഹോദരിമാർ, പ്രായഭേദമന്യേ ഒരുപാട് സഹോദരിമാർ സൊസൈറ്റി കണ്ണീര് കൊണ്ട് മാത്രം
കണ്ണീരിൽ മുക്കി കണ്ണീരോട് മാത്രം ഓർക്കുന്ന ഒരുപാട് യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ? ഇത് കോടതിയിൽ വിവിധ തലങ്ങളിലെത്തും. ഈ സിനിമയിൽ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നിടമല്ലേ കോടതി? ഇല്ല, തെളിവുകൾ ജയിക്കുന്നിടം ആണ് കോടതി എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ. അതൊരു പക്ഷേ പാർലമെന്റിലും നിയമസഭയിലുമൊക്കെ ചർച്ചയിലേക്ക് വളരെ ആഘാതത്തോടെ ചിന്തിപ്പിച്ചൊരു ചർച്ചയിലേക്ക് വഴി തെളിയിക്കുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ, അതിനെ ഞാൻ മഹത്തായ സിനിമയെന്ന് അഭിമാനത്തോടെ അവകാശപ്പെടുമെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി JSKയ്ക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതായിരുന്നു. എൻ്റെ എക്സ്പെക്റ്റേഷൻ അത്രയും വലുതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ വലുതാണെങ്കിൽ അത് ഭീമാകാരനായി മാറും എന്നെനിക്ക് നന്നായിട്ടറിയാം. വലിയ ഉത്തരവാദിത്വമാണ് ശ്രീ പ്രവീൺ നാരായണനുള്ളത്. ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ലൈനപ്പിലുള്ള സുജിത്തായാലും ഡ്രീം ബിഗ്, അതുപോലെ തന്നെ സേതു നായർ, ഫനീന്ദ്രകുമാർ. ഈ സിനിമ ആദ്യം പ്രവീണിൻ്റെ അടുത്ത് 2021 വന്ന് പറയുന്നത്. 2021 വന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാനിത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നത്. അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിനെ ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിക്കണ്ടത്. അനുപമ ഇവിടെ വളരെ ഹൃദയം തുറന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതാദ്യത്തെ സംഭവമല്ല അനുപമ. എനിക്കറിയാവുന്ന സത്യമുണ്ട്, സിമ്രൻ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ച് വിട്ട ഒരു നായികയാണ്. പക്ഷെ പിന്നീട് സിമ്രൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ, നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകരെ എനിക്കറിയാം. അസിൻ, നയൻതാര, ഇവരെല്ലാം പിന്നെ ലോകം കാംക്ഷിക്കുന്ന വിവിധ ഭാഷകളിൽ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് തന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും. ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റും. അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഇതിൽ ജാനകിയുടെ ശബ്ദമാണ് ഒരുപക്ഷെ സിനിമാ ലോകമല്ല, സമൂഹത്തിൽ മുഖരിതമാകാൻ പോകുന്നത്. I call this rather not JSK, the voice of Janaki. It is going to be resounding. ഉറപ്പാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരെല്ലാം ഇൻ സപ്പോർട്ട് ഓഫ് ജാനകി. ഞാൻ മാത്രമാണ് ജാനകിയെ കൂടുതൽ മുറിവേൽപ്പിക്കുന്നതും അടിച്ചു വീഴ്ത്തുന്നതും ചവിട്ടിത്തേക്കുന്നതും. പക്ഷേ കർമ്മ നമ്മളിതിൽ കാണുന്നത് ബൈബിളിൽ റെഫർ ചെയ്യുന്ന ഉയർപ്പിന് തുല്യമായ നീതി ബോധത്തിൻ്റെ, നീതി നിർവഹണത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടി നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമസംഹിത അല്ലെങ്കിൽ പുതിയ നിയമസംഹിതയിലേക്ക് ഒരു പുതിയ ഏട് എഴുതി ചേർക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വിധിന്യായം കൂടി വിളംബരം ചെയ്യുന്ന സിനിമയാണ് JSK. I would love to have all the actors and the technicians with me, with us on the stage now. Please. All of you, you know. Eldo. ഞാൻ ഈ സിനിമ കണ്ടതാണ്. 5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സിനിമ കണ്ടതാണ്.
ഞാൻ എടുത്തു പറയേണ്ട രണ്ട് പെർഫോമേഴ്സ് ആൻഡ് ദെയർ പെർഫോമൻസസ്, യദു കൃഷ്ണൻ ആൻഡ് ബൈജു, സന്തോഷ് കുമാർ അലായസ് ബൈജു. അവർ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ്. ഒരു എൻ്റർടൈൻമെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ സിനിമയിലെ പിരിമുറുക്കം മുഴുവൻ ഒരു അയവുണ്ടാക്കുന്ന രണ്ട് പെർഫോമൻസസാണ് യദു കൃഷ്ണനും. അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് ശ്രീ രാജൻ പി ദേവിലൂടെയും NF വർഗീസിലൂടെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സിനിമയിലെ പ്രകടനത്തിൻ്റെ ഒരു സുഖം, ആ സുഖത്തിൻ്റെ ഒരു അംശം ഈ രണ്ട് കലാകാരന്മാർക്ക് തിരിച്ച് കൊണ്ടുവരുവാനും അവർക്ക് പുതിയ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആലേഖനത്തിൽ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നും ഞാൻ അമിതമായി വിശ്വസിക്കുന്നു. ഇതിൽ ഈ കാണുമ്പോൾ എല്ലാവരുടെയും മുഖം എനിക്ക് നന്നായി ഓർമ്മ വരുന്നു. 2022-23 ഷൂട്ട് ചെയ്തെങ്കിലും ഒരു 5 ദിവസം മുമ്പ് ആ സിനിമ കണ്ടതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഇന്നലെ ഷൂട്ടിംഗ് തീർന്നതുപോലെ തന്നെ ഓർമ്മ വരുന്നത്. എല്ലാവരും ഈ സിനിമയിൽ അവരവരുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് എല്ലാവരെയും ഇതെല്ലാം കമ്പൈൽ ചെയ്ത് ഡയറക്ടറെയും നന്നായി ഇത് എഡിറ്റ് ചെയ്ത് ചേർത്ത് പല നല്ല ഭാഗങ്ങളും സംജിത്തും മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിന് എൻ്റെ വക നല്ലൊരു സമ്മാനം പിന്നെ ഉണ്ടാവും കേട്ടോ. വളരെ നല്ല പക്ഷേ all what was strictly relevant have been put in place. വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു ഒഴുക്ക് ഒട്ടും കെട്ടുപോകാത്ത രീതിയിലാണ്. ആൻഡ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതിന് ഞാൻ JSK എന്നല്ല വോയിസ് ഓഫ് ജാനകി എന്ന് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ I would request, it's a prayer to Anupama Parameshwar, a wonderful performer in this film. ഞാൻ ഇനി എൻ്റെ മനസ്സിലുള്ളതാണ് ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. Your performance is worth it. പക്ഷേ we would like to listen to the voice of Janaki. പറ്റും? ഈ സിനിമയിൽ നമ്മൾ ഇതിനകത്ത് ഒരു സ്നിപ്പറ്റ് ഷോട്ടിൽ കണ്ടതാണ്, കേട്ടതാണ്. ഒരു സ്ക്രീമുണ്ട്. ആ സ്ക്രീൻ ഈ സിനിമയിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ അലർച്ചയാണ് ജാനകി ആ മൊമെൻറ്റിൽ അലറുന്നത് നമ്മൾ കേൾക്കുന്നു. ഈ ഒരു ഇവൻറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോയി ഒരു കാസ്റ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് ഒപ്പിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് വയ്ക്കുന്നത്. ഇതെൻ്റെ സ്ക്രീമല്ല, ഒരുപാട് കഷ്ടപ്പെട്ട് സഫർ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുടെ സ്ക്രീമാണ്. ആ സ്ക്രീം എല്ലാവരും കേൾക്കണം. ആ സ്ക്രീമിലെ വേദന എല്ലാവരും മനസ്സിലാക്കണം. I think that's very well said by the voice of Janaki. ഇപ്പോഴാണ് തോന്നുന്നു കംപ്ലീറ്റ് ആയത്. താങ്ക്സ് ലോട്ട്. സുരേഷ് ചേട്ടാ, ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞു about ആ ഒരു വോയിസ് ഓഫ് ജാനകി മൂവിയിലെ ഏറ്റവും വലിയൊരു മൊമെന്റം. പക്ഷെ ഞങ്ങൾക്ക് സുരേഷ് ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സുരേഷ് ചേട്ടനെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് എപ്പോഴും സുരേഷ് ചേട്ടൻ്റെ ഡയലോഗ്സ് ആണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡയലോഗ് can you deliver it for all of us, for people on the stage, off stage, എന്തെങ്കിലും ഒരു ഡയലോഗ് for us. ഈ സിനിമയിലാവും അല്ലെങ്കിൽ ഞങ്ങൾ സുരേഷ് ചേട്ടനെ ആഘോഷിച്ചുള്ള
സിംഗർ, ഒരു നല്ല പാട്ടുകാരൻ കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാട്ട് പാടുന്നത്. ഈ സിനിമയിൽ ഒരു പിരിമുറുക്കം ഞാൻ പറഞ്ഞു. അതിനകത്തൊരു യെല്ലിംഗ് ഫോർ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഈ സിനിമയിൽ പറയുന്നു. അതൊക്കെ ഒരുപാട് പേരുടെ നെറ്റിയിൽ ഫ്രൗൺ കൊണ്ടുവന്നിട്ടുണ്ട്, പുരികം ചുളിഞ്ഞിട്ടുണ്ട് പലരുടെയും. ഒരു പിരിമുറുക്കം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു സൈലിയൻ ഫീച്ചർ. എനിക്ക് തോന്നുന്നു ഞാൻ വർത്തമാനം പറഞ്ഞ് പടത്തിനെ കുറിച്ച് പറഞ്ഞ് ഇവിടെയും ആ ഒരു പിരിമുറുക്കമുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം, അതിൻ്റെ സുഖം, അത് നമ്മൾ പറവകളുടെ ഫ്ലൈറ്റിനോടാണ് എപ്പോഴും, അല്ലേ? ആരുമില്ല, മതിൽ കെട്ടുകളില്ല, അതിർവരമ്പുകളില്ല, എവിടെ വേണമെങ്കിലും പറക്കാം, എവിടെ വേണമെങ്കിലും രമിക്കാം, എവിടെ വേണമെങ്കിലും ഭക്ഷണം കണ്ടെത്താം. ഇന്ന് മാത്രമാണ് അവരുടെ ഒരു ലക്ഷ്യം, ഇന്ന് മാത്രമാണ് അവരുടെ പ്രാപ്തി. അതുപോലെ മനുഷ്യർക്കും ആകണം എന്നാഗ്രഹിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്. ശ്രീ MGRന്റെ 1000-ലൊരുവൻ സിനിമയിലെ ഒരു പാട്ടാണ് നമുക്ക് വി ഷുഡ് ഓൾ ഗെറ്റ് ലിബറേറ്റഡ്. അപ്പോൾ ആ ലിബറേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് ഞാനിവിടെ പാടാം. ഒരു അക്കമ്പനിമെൻ്റൊക്കെ ഇല്ലാത്തത് കൊണ്ട് എത്രമാത്രം അത് ഇംപ്രസീവ് ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളൊക്കെ ഈ പാട്ട് പോയി ഒന്ന് യൂട്യൂബിലിട്ടൊന്ന് കേൾക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രമിക്കും. அதோ அந்த பறவை போல பாட வேண்டும், இதோ இந்த அலைகள் போல ஆட வேண்டும். அதோ அந்த பறவை போல பாட வேண்டும், இதோ இந்த அலைகள் போல ஆட வேண்டும். ஒரே வானிலே, ஒரே மண்ணிலே, ஒரே வானிலே, ஒரே மண்ணிலே, ஒரே கீதம், உரிமை கீதம் பாடுவோம். സുരേഷിന്റെ പാട്ടായിട്ട് എൻ്റെ മൈക്ക് ഓഫ് ചെയ്തു, അവർ ഓഫ് ചെയ്തെന്ന് തോന്നുന്നു. But then, thanks a lot, Suresh, and now it's the moment that we're all set to do the audio launch. So audio launch ആയിട്ട് we have the audio disc all set. അപ്പോൾ അത് റിവീൽ ചെയ്ത് ലോഞ്ച് ചെയ്യുന്ന ഒരു സെറമണിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ അതിന് മുൻപ് I would love to invite നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് സജിത് കൃഷ്ണ ആൻഡ് കിരൺ രാജ്, രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അമൃത മോഹൻ, inviting you as well. Please do come and join us. ആൻഡ് അതോടൊപ്പം തന്നെ ഇവിടെ പ്രവീൺ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സിനിമയുടെ അവസാന നാളുകളിൽ ഇത് നമ്മൾ എന്തായാലും ചെയ്യണം, ഇത് നടക്കുമെന്ന് പറഞ്ഞ് വന്ന് കൈ തന്ന ആ ഒരാൾ. സോ ഹി ഈസ് our distributor now, Dream Big Films, Sujit Nair. So Sujit is also here. So let's have you right at the center. And there we have the disc. And I would love to ask, നമുക്ക് Z Musicൽ നിന്ന് do we have any representatives joining us? Anybody from Z Music, please do join us on the stage. So ladies and gentlemen, here we go. It was all about this grand moment out here. Cosmos Entertainments in association with Karthik Creations. ഇവിടെ മലയാളികൾക്ക് വേണ്ടി ഒരു legal crime thriller when it's all set to come and hit the theaters on 27th of June. This is the creator by Praveen Laran, written and directed by him. So ladies and gentlemen, the audio launch, it's time to reveal the audio disc for all of you. നമ്മുടെ entire cast and crew ഇപ്പോൾ നമ്മളോടൊപ്പം വേദിയിലുണ്ട്. And here we have the man right at the center. എല്ലാവരും ഒരുമിച്ച് ആ ഒരു ഓഡിയോ ഡിസ്ക് റിവീൽ ചെയ്യാണ്. Can we have a big round of applause, a thunderous round of applause? And Suresh, there we go. ഒരു നല്ല കൈയടി കൊടുക്കാം എല്ലാവരും. It's all about expectations and hope. Now we're waiting for the date 27th of June.
ആൻഡ് സുരേഷ് ചേട്ടാ, നമുക്കറിയാം ഒരു ഓഡിയോ ലോഞ്ച് ആകുമ്പോൾ അതിന്റെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഹാൻഡ് ഇറ്റ് ഓവർ. പക്ഷേ സി മ്യൂസിക് വി ഡോണ്ട് ഹാവ് എനി റെപ്രസെന്റേറ്റീവ്സ് വിത്ത് us right now. പക്ഷേ നമ്മളിതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഗിരീഷ് ചേട്ടൻ കൂടെയാണ്. ബിക്കോസ് when we talk about music, the audio of this film, it's his part. So I think സുരേഷ് ചേട്ടാ, നമുക്ക് ഗിരീഷ് ചേട്ടൻ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. We have a music director there, and let's hand over the desk, the audio desk, to Girish Narayanan, our music director. A big round of applause, ladies and gentlemen. Goodbye. The audio launch is done for JSK, Janaki versus Saints Kerala. And let's take a picture. എല്ലാവരും ഒന്ന് ഒരുമിച്ച് ചേർന്ന് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. The entire cast and crew, let's take an amazing picture. Thank you. And one more thing. So, Madhav, I'm going to ask you one thing. Madhav. So, do you have your phone with you? Yeah. So normally, Suresh and a video to take a selfie of everybody, not just the people on stage, but then let's celebrate it with everybody. As you told, grand. Let's do a 360 video. So, can I have you right in the center with your phone? Let's do this. So, let us celebrate, ladies and gentlemen. It's all about Rise from Fire. Can we have the track? Rise from Fire, the lyrical video. I will track the place here from the console. And let's celebrate it together. Yes, ready? So we are going to cheer. Let's have some energy. Here we go. Let's go. 3, 2, 1, go! So, we want one more. പക്ഷേ നിങ്ങളൊന്ന് cheer ചെയ്യണം. കുറച്ച് എനർജി ഒക്കെ വേണം ആ സൈഡ്. നോക്കിയല്ലേ? Ready? We will see your hands up. Okay, so let's do this. Everybody on 3, 2, 1, make some noise, Kochi! Yes! Celebrating JSK. Yes, Madhav enjoyed our video. So thank you. Yeah, you should. Yeah, so ladies and gentlemen, we're not signing it off because as we all know, as we told, it's just halfway. And now it's all set to be in front of each and every one of us. Cinema Snake on 27th of June. We're all going to theaters on 27th of June to watch and enjoy and celebrate JSK together. As you told, the voice of Janaki, or Janaki versus State of Kerala. So everybody, thanks a lot for joining to celebrate it with us. Can we have a big round of applause showing all the love and encouragement to the entire cast and crew of JSK, especially to the man behind Praveen Cheta. We just have to say all the best. Let's celebrate it together. Thank you, Binoy. Thank you. You have done a great job, man. Seriously, thank you. I think, see, Yana about 27th, but I think you're the one who should be asking them to be in theaters. Come. Yes. ഈ ജാനുവരി 27 JSK തിയേറ്ററിൽ എത്തുകയാണ്. ഏവരും തിയേറ്ററിൽ വന്ന് തന്നെ ആ സിനിമ കാണണം. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. നിങ്ങളെ ഒരിക്കലും ആ സിനിമ നിരാശപ്പെടുത്തില്ല. തീർച്ചയായിട്ടും അത് ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വാക്കാണ്. ടിക്കറ്റ് എടുത്ത് ആ സിനിമ കാണുന്ന ഒരാളെയും ആ സിനിമ നിരാശപ്പെടുത്തില്ല. താങ്ക് യു മൈ ടെക്നീഷ്യൻസ്. താങ്ക് യു ഓൾ. താങ്ക് യു. എല്ലാം കറക്റ്റാണ്. ജാനുവരി അല്ല, ജൂണാണ്. ഇച്ചിരി ദിവസം കൂടെ ഉള്ളൂ. ഞാനും ജാനുവരിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ജൂൺ 27. സോ അല്ലല്ല, അതെ, അവരൊക്കെ ശ്രദ്ധിച്ച് അവരൊക്കെ പെട്ടെന്ന് അവർ ടെൻഷൻ. ജൂൺ 27. Yes, so once again, thanks a lot everybody. Thanks to the entire crew. Thanks a lot for joining. So, any year celebration.
So let's do that. So thanks to the entire team. Shruti, you'll just stay back with me. Thank you. Thanks a lot, everybody. നമുക്ക് 3 പേരെ ഇവിടെ ഈ വേദിയിൽ പ്രൊമോഷൻ്റെ ഭാഗമല്ല, പക്ഷെ എനിക്കൊന്ന് ഈ കലാകാരന്മാരുടെ ജീവിതത്തിലെ പ്രൊമോഷനായി മാറേണ്ടതുണ്ട്. രാജേഷ് കൊട്ടാരക്കര, സുജിത് ആൻഡ് ഹരി, അടൂരും കൊട്ടാരക്കരയൊക്കെ അടുത്ത് തന്നെ, 3 പേരും ഉണ്ടാവും. ഈ 3 പേരും ഒരുപക്ഷെ വളരെ പ്രക്ഷുബ്ധമായ ഒരു ജീവിതത്തിൻ്റെ, ഒരു ദിവസത്തെ ജീവിതത്തിൻ്റെ അവസാനം ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പ്രക്ഷുബ്ധതയെല്ലാം മനസ്സിലടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രഷർ, ആ പ്രഷറിൽ നിന്ന് റിലീസ് ചെയ്യാൻ കാലാകാലങ്ങളിൽ രാജേഷ് പറവൂരൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു ടീമുണ്ട്, മായ, അതിനു മുമ്പ് ജഗദീഷ് ചേട്ടൻ നയിച്ചിരുന്ന കോമഡി സ്റ്റാർസിലെ ഷോ, ഇതൊക്കെ കണ്ടിട്ടാണ് കിടന്നത്. അത് ഇൻവേരിയബിളി പകല് പോലും ഒരു പക്ഷേ എന്തെങ്കിലും പ്രഷർ അധികമായിട്ടുണ്ടെങ്കിൽ ഈ 3 കലാകാരന്മാരെയാണ്. നിങ്ങൾക്ക് അവരെല്ലാം നല്ല പരിചയം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ കലാകാരന്മാർ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചു. അവർ ഈ വേദിയിലേക്കാണ് വന്നത്. പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് വലിയ രീതിയിൽ വളരാൻ സാധിക്കും.